ഹായ് ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, സർവചരാചരങ്ങളും സൃഷ്ടിച്ചു. അല്ലേ? സുന്ദരമാണ്, സമ്പുഷ്ടമാണ്. ഈ ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു അവസ്ഥ? ദൈവത്തിൻ്റെ കരം ഭൂമിയിൽ പതിയുന്നതിന് മുമ്പ് എന്തായിരുന്നിരിക്കും? എങ്ങനെയായിരുന്നിരിക്കും? ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ചന്ദ്രൻ്റെ അവസ്ഥയാണ് അന്ന് ദൈവത്തിൻ്റെ കരം തൊടുന്നതിന് മുമ്പ് ഭൂമിക്കുണ്ടായിരുന്നത്. ഉൽപ്പത്തിയിലെ 1-ാമത്തെ വചനം എന്താ പറയുന്നത്? ഭൂമി അന്ധകാരം നിറഞ്ഞതായിരുന്നു, ശൂന്യമായിരുന്നു, കരയും കടലും അങ്ങനെ ഒന്നും വ്യത്യാസമില്ലായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ചന്ദ്രൻ്റെ അവസ്ഥ എന്താ? നാസയുടെ പഠനത്തിൽ പറയുന്നത് അവിടെ കാർമേഘങ്ങളില്ല, മേഘങ്ങളില്ല. നമ്മൾ നോക്കുമ്പോൾ മേഘങ്ങൾ കാണില്ലേ? ആ മേഘങ്ങളില്ല. എന്തിനേറെ അന്തരീക്ഷമില്ല. നമ്മൾ ആകാശത്ത് നോക്കുമ്പം നീല നിറത്തിലെ നീലാകാശം കാണും. പക്ഷേ നാസയുടെയൊക്കെ പഠനപ്രകാരം അന്തരീക്ഷമില്ല, മേഘങ്ങളില്ല, വെള്ളമില്ല, പിന്നെയോ ജീവനുമില്ല. അപ്പം അവർ പഠനം പറയുന്നത് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സൂക്ഷ്മമായ ജീവികൾ കാണാം. അപ്പം കാണാതിരിക്കാം. ഇതുവരെ പ്രൂഫ് ആയിട്ടില്ല, തെളിയിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം തൊട്ടത് എന്ത് മഹനീയമാണ് അല്ലേ? നമുക്ക് ഇത്രയും സുന്ദരമായ ഭൂമിയും, നമ്മൾ എവിടെ നോക്കിയാലും സുന്ദരമല്ലേ? ഇത്രയും സമ്പുഷ്ടമായ ലോകം തന്ന ദൈവത്തിന് നമ്മൾ നന്ദി പറയണ്ടേ? നമുക്കൊരു മിനിറ്റ് കണ്ണടച്ച് ആ ദൈവത്തിന് നന്ദി പറയാം. നമ്മളെ ചിന്തിച്ചതിനും ഈ മനോഹരമായ ലോകമൊക്കെ ഫ്രീ ആയിട്ട് അല്ലേ, നമ്മൾ ചോദിക്കാതെ നമുക്ക് ഇത്രയും വലിയൊരു ബോണസ് ഗിഫ്റ്റായി തന്ന ദൈവത്തിന് നമുക്ക് ഒരു സെക്കൻഡ് നന്ദി പറയാം. തമ്പുരാനെ നന്ദി, ദൈവമേ നന്ദി. ആമേൻ. ഓക്കെ, അപ്പോൾ ഈ സുന്ദരമായ ലോകം തന്നതിന് നമ്മൾ നന്ദി പറഞ്ഞു. ഇനി ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ഉണ്ടാകട്ടെ വാക്കിലൂടെ അല്ലേ? ഉണ്ടാകട്ടെ ഉണ്ടായി. പക്ഷിമൃഗാദികളുണ്ടായി, ജലജീവികളുണ്ടായി, ആകാശത്തിൽ പറവകളുണ്ടായി, സമുദ്രം, കായൽ, കടൽ എല്ലാം നമ്മളിന്ന് കാണുന്ന വ്യത്യസ്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി. ഇനി നമ്മൾ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? സുനിത ഉണ്ടാകട്ടെ, ലിജ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടാണോ? അല്ലേ, ദൈവ സമയം എടുത്ത് ഇങ്ങനെ മടക്കി വെച്ച് ഒരുങ്ങി കുറച്ച് ഒരുക്കത്തോടെയാണ് ഉണ്ടാക്കിയത്. ഒരു ശില്പി എങ്ങനെയാണ് ശില്പം ഉണ്ടാക്കുന്നത്? ചടപടാന്ന് ഒരു ദിവസം കൊണ്ട് ശില്പം ഉണ്ടാവുമോ കല്ലിൽ? ഇല്ല. അദ്ദേഹം ഒരു കൂടാരം ഉണ്ടാക്കി അതിൽ കൊത്തി ആയിരിക്കുമ്പോൾ കരിങ്കല്ലിൽ മാസങ്ങൾ കഴിയുമ്പോൾ ഒരു സുന്ദരമായൊരു ദേവിയോ ദേവതയോ ഏഞ്ചലോ ഒക്കെ പ്രത്യക്ഷപ്പെടുന്നതല്ലേ? മനോഹരമല്ലേ? ഇതുപോലെ ദൈവം ചിലപ്പോൾ മടക്കി ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് നമ്മളെ പതിയെ ഉണ്ടാക്കി. ഓക്കെ, അങ്ങനെ സ്നേഹിച്ച് ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. എന്ന് പറയുമ്പോൾ ഛായ നമ്മൾ നോക്കിയാൽ ദൈവത്തെ പോലെ ഇരിക്കുമെന്നല്ലേ? ഫോട്ടോ കോപ്പിയാണ്, ദൈവത്തിൻ്റെ ഫോട്ടോ കോപ്പിയാണ് നമ്മൾ ഓരോരുത്തരും. ഈ ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുക്കൊക്കെ സെറോക്സ് എടുക്കുന്ന അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്ത് തരുന്ന ചേട്ടന്മാരെ കടയിൽ കൊടുത്തു നോക്കിയാൽ അതുപോലെ ഇരിക്കും. കളർ കോപ്പി എടുത്താലോ എക്സാക്റ്റ് ഇരിക്കും, ഒറിജിനൽ പോലെ ഇരിക്കും. ഇതുപോലെയാണ് നമ്മൾ. ദൈവത്തിൻ്റെ ഫോട്ടോ കോപ്പിയാണ് നമ്മൾ ഓരോരുത്തരും. ഓക്കെ, അതെന്തുകൊണ്ടാണ്? ദൈവത്തിന് അത്രമാത്രം സ്നേഹമാണ്. ആ ദൈവത്തിൻ്റെ സ്നേഹം സിസ്റ്റർ കുഞ്ഞൊരു ആക്ടിവിറ്റിയിലൂടെ കാണിച്ചു തരാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. വിചാരിക്കുക, ഇത് നമ്മുടെ ആബാപിതാവാണ്. ആരാ? നമ്മുടെ സ്വർഗത്തിലെ വലിയ പപ്പയാണ്, ആബാപിതാവാണ്. ആബാപിതാവ് സ്നേഹിച്ച് ദൈവത്തെ പോലെ 2 കുഞ്ഞു മനുഷ്യരെ ഉണ്ടാക്കി. ആരാ അവർ? നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ആദവും ഹവയും. ഓക്കെ, ദൈവം സ്നേഹിച്ച് 2 പേരെ ജനിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഇവർ ഒന്നിച്ച് നടക്കും. എവിടെ നടക്കും? തോട്ടത്തിൽ നടക്കും. അവർ എല്ലായിടത്തും അവർ 3 പേരും ഒന്നിച്ച് പോവും. എന്നിട്ട് ആബാപിതാവ് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കും. ദേ അങ്ങോട്ട് നോക്കിക്കേ, അവിടെ നല്ല പഴങ്ങളുള്ള മരങ്ങളുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, ജാമ്പക്ക മരമുണ്ട്, പേരക്കയുണ്ട്, പരിചയപ്പെടുത്തി കൊടുക്കും. പിന്നെ അവരിങ്ങോട്ട് വരും. അവൻ പറയും ദേ ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെയാണ് കായലും കടലും ഒക്കെ. അപ്പോൾ ഇവർ ഓക്കെ എന്ന് സമ്മതിച്ച് ഇങ്ങനെ ചേർന്ന് കെട്ടിപ്പിടിച്ച് ദൈവത്തിനോടൊപ്പം ഇങ്ങനെ നടക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം വിചാരിച്ചു ഒരു കുഞ്ഞ് പരീക്ഷണം കൊടുത്താലോ? അവരോട് പറയും, നമുക്കറിയാം ഒരു മരത്തിൻ്റെ പഴം മാത്രം കഴിക്കരുത്, ബാക്കി എല്ലായിടത്തും. ഇവർ യെസ് നമ്മൾ ചെയ്തോളാം, നമുക്ക് ഓരോ പ്രശ്നമില്ല ദൈവമേ, നമ്മൾ ചെയ്തോളാം എന്ന് പറയും. പക്ഷെ ക്രമേണ അവിടെ പിശാച് വന്ന് പരീക്ഷിച്ച്
ഇവർ തോറ്റുപോകും. ഓക്കെ, ടെസ്റ്റിൽ തോറ്റു. അപ്പോൾ എന്നാ ചെയ്ത, അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഇവർ തന്നെയാണ്, ദൈവം ഓടിച്ചു വിട്ടതല്ല, ഇവർ തന്നെ ഇങ്ങനെ ഓടി 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 അങ്ങ് ദൂരെ മരത്തിൻ്റെ പുറകിൽ പോയി ഒളിച്ചു. ഇപ്പോൾ കണ്ടോ, ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകലം കൂടി. ഇതിന് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇവർ തിരിച്ചു വരണം, ഇവർക്ക് പറുദീസ അല്ലേ, നല്ല മരണമില്ലാത്ത ലോകമൊക്കെ ഉള്ളതാ. പക്ഷെ എന്ത് ചെയ്യാം, പാപം ചെയ്തു. ഇനി ഒരു പാപമാണോ ചെയ്തത്, അത് സ്റ്റാർട്ടിങ് മാത്രം. അത് കഴിഞ്ഞ് തലമുറകൾ വന്നപ്പം വെട്ടായി, കുത്തായി, കൊലപാതകമായി, വൈരാഗ്യമായി, ദേഷ്യമായി, വെറുപ്പായി, അങ്ങനെ പാപങ്ങളുടെ അളവ് കൂടി 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 അവർ ദൂരോട്ട് പോയി, ദൂരോട്ട് പോയി. അപ്പം എന്നാ, അകലം കൂടി. പക്ഷെ ദൈവത്തിന് ഭയങ്കര സ്നേഹമാണ്. അവർ പാപം ചെയ്താൽ എൻ്റെ മക്കളെ തിരിച്ചു വേണം, അവരെന്ന് വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. അവൻ ദൈവത്തിന് വീണ്ടും ഒരു ഐഡിയ തോന്നി. ഓക്കെ, ഞാൻ തന്നെ മനുഷ്യപുത്രനായി ജനിച്ച് ഇവരുടെ അടുത്ത് പോകണം, എങ്കിലേ ഇവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ, അവരെ തിരിച്ചു പിടിക്കണം. ഓക്കെ, സ്നേഹം കൂടുതലായപ്പോൾ അവരെ കിട്ടണം, എങ്ങനെയെങ്കിലും പറുദീസയിൽ കൊണ്ടുവരണം, ഈ സുന്ദരമായ ലോകം കാണിച്ചു കൊടുക്കണം, അതിന് ഏതറ്റം വരെ പോകാനും ഞാൻ റെഡിയാണ്. അങ്ങനെ മനുഷ്യപുത്രനാകുന്നു. ചുമ്മാ വിചാരിച്ചു നോക്കെ, ഒരു ഉറുമ്പിനെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, മറ്റൊരു ഉറുമ്പായി മാറണം അല്ലേ, എങ്കിലേ നമ്മൾ ക്ലിയറായിട്ട് ആ ഉറുമ്പിൻ്റെ വികാരങ്ങളും സ്വഭാവവും അതിന് ശരിക്കും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ ഏത് മൃഗവും, പശുവിനെ മനസ്സിലാക്കണമെങ്കിൽ മറ്റൊരു പശുക്കുഞ്ഞായി ജനിക്കണം. ഇങ്ങനെ ഒരു ഉറുമ്പിനെ മനസ്സിലാക്കാൻ മുതലാളി ഉറുമ്പായി മാറുന്നത് പോലെ ദൈവം ഒരു മനുഷ്യനായി മാറി. ഇത് നമ്മുടെ ഈശോപ്പയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈശോപ്പ വന്നു, തലമുറകൾ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെയായി. അപ്പോൾ കൂടെ നടന്നു, കുറച്ച് പേരൊക്കെ സ്നേഹിച്ചു, കുറച്ച് പേരൊക്കെ ദൈവത്തെ ദേഷിച്ചു, പരിഹസിച്ചു, കുറ്റപ്പെടുത്തി. അവസാനം സ്റ്റോറിയുടെ ക്ലൈമാക്സ് എന്താ ചെയ്യുക, ഈശോയെ അവർ ഒറ്റുകൊടുത്തു അല്ലേ. ഈശോയെ വേണ്ട, ഈ ലോകത്ത് വേണ്ട, ഈശോയെ അടിയ കൊടുത്തു, വിഷമിപ്പിച്ചു, ഈശോയെ പരിഹസിച്ചു, തുപ്പി, അവസാനം ഒരു മരത്തിൽ തൂക്കി. എന്നിട്ട് അവർ വാശി തീർന്നു, ഈശോയുടെ ഹൃദയത്തിൽ കുത്തി. അങ്ങനെ ഈശോയെ അവസാനം ഈശോ മരിച്ചു, ഈശോ കൊന്നു എന്ത് ചെയ്തു, അവരെ അടക്കം ചെയ്തു. ഓക്കെ, ദൈവത്തെ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു, സങ്കടമായി. എന്ത് ചെയ്തു, ക്ലൈമാക്സ് തീർന്നോ, സ്റ്റോറി തീർന്നോ? ഇല്ല. നമ്മുടെ ദൈവം കല്ലറയില്ല ദൈവമല്ല, നമ്മുടെ ദൈവം മരിച്ച് ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. വേറെ ആരെങ്കിലും ഉണ്ടോ അതുപോലെ? ഇല്ല. നമുക്ക് വേണ്ടി അടിയും ഇടിയും ഒക്കെ കൊണ്ട് മറ്റുള്ളവരെ പരിഹാസപാത്രമായ ദൈവം നമുക്ക് വേണ്ടി നട്ടുച്ചയ്ക്ക് 2 മരത്തിൽ തൂങ്ങിക്കിടന്ന് ശ്വാസം പിടിച്ച് 3 മണിക്കൂർ ശ്വാസം കിട്ടാതെ ഇങ്ങനെ ബുദ്ധിമുട്ടി നമുക്ക് വേണ്ടി മരിച്ച ഒരു ദൈവം വേറെ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളെ വിളിച്ചാൽ, നമ്മൾ ഈശോപ്പേന്ന് വിളിച്ചാൽ, നീട്ടി വിളിച്ചാൽ ഓടി വരുന്ന വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത് അല്ലേ? ദൈവത്തിന് നമ്മൾ അത്ര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ദൈവത്തെ അടക്കം ചെയ്തുവെങ്കിലും ദൈവം അവിടെ നിന്ന് റോക്കറ്റ് പോലെ ദൈവം ഉയർത്തെഴുന്നേറ്റു. ദൈവം ഉയർത്തെഴുന്നേറ്റു. ദൈവം നമ്മുടെ റേഞ്ച് മാറി, ദൈവത്തിൻ്റെ രൂപവും ഭാവവും അല്ലേ, മനുഷ്യപുത്രനിൽ നിന്ന് ദൈവീകതയിലേക്ക് മാറി. ഏത് ICUവിലും കയറാൻ പറ്റും. ഒരു ബ്ലോക്കും ഒരു മതിലും ദൈവത്തിന് തടസ്സമല്ല. കയറി വരാൻ പറ്റുന്ന വിധത്തിൽ ദൈവം നമ്മളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഇനി ദൈവത്തിന് ആഗ്രഹമുണ്ട്, ഈ റേഞ്ചിൽ, ഈ താഴെ കിടക്കുന്ന നമ്മൾ ഈ റേഞ്ചിൽ വളരണം, ഈ റേഞ്ചിൽ കയറണം, ആ പറുദീസയിൽ പോകണം. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ മുന്നിൽ ഒരു ഗർത്തമുണ്ട്. ഓക്കെ, സ്വർഗവും നരകവും ഒക്കെ തമ്മിൽ വേർതിരിക്കുന്ന, ഭൂമിയും സ്വർഗവും തമ്മിൽ വേർതിരിക്കുന്ന ഗർത്തം. അപ്പോൾ ഇനി എന്നാ ചെയ്യുക? ഇങ്ങോട്ട് ചാടിക്കിടക്കാൻ പറ്റില്ല, പ്രശ്നമാണ്, നമ്മൾ വീഴും, ഇതിനകത്ത് അങ്ങ് ആഴ്ന്നു പോകും. അപ്പോൾ ഈശോ ഇപ്പം എന്താ ചെയ്തു? ഈശോ ഒരു പാലം ഉണ്ടാക്കി നമുക്ക് വേണ്ടി യാത്ര ചെയ്യാൻ. സ്നേഹക്കൂടുതൽ കാരണം ദൈവം ഒരു പാലം ഉണ്ടാക്കി. ഇതെന്തിൻ്റെ പാലമാണ്? ഈശോയുടെ തിരുരക്തം കൊണ്ടുണ്ടാക്കിയ പാലം, കൂദാശയുടെ പാലം. കൂദാശ എന്ന് വെച്ചാൽ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, കുമ്പസാരിക്കുന്നു, ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു, അങ്ങനെ ഈ പാലം. ഓക്കെ, ഈശോപ്പം മാത്രം ഉണ്ടാക്കിയ പാലം, നമുക്ക് വേറെ ആരും ഉണ്ടാക്കി തന്നില്ല. സാധാരണക്കാരായ നമ്മൾ, ഭൂമിയിൽ ജീവിക്കുന്ന ബലഹീനരായ നമ്മൾ ഈശോയോടെ ചേർന്ന്, ഈശോയെ ചേർത്ത് പിടിച്ച്, ഈശോയെ കെട്ടിപ്പിടിച്ച് നമ്മളത് ഈശോ ഉണ്ടാക്കിയ പാലത്തിലൂടെ കീറി 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 നമ്മൾ ആബാപിതാവിൻ്റെ അടുത്തെത്തുന്നു. പിന്നെ ആബാപിതാവ് വാഗ്ദാനം ചെയ്ത പറുദീസയിൽ
ദൈവത്തോട് ചേർന്നിരിക്കുന്നു. അടുത്തും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവർ ഇതുപോലെ കയറി 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 അപ്പൻ്റെ അടുത്ത് നമ്മൾ പോയി നിത്യമായിട്ടുള്ള നമ്മുടെ ലോകത്തേക്ക് പോകുന്നു. എന്ത് രസമാണ്! അപ്പോൾ ഈശോയെ നമ്മൾ ചേർത്ത് പിടിക്കണ്ടേ? നമ്മൾ കെട്ടിപ്പിടിക്കണം. ഈശോയെ വിളിച്ച് ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ തമ്പുരാൻ്റെ അടുത്ത് പോകണം. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം, ചേർത്ത് പിടിക്കുന്ന സ്നേഹം, തള്ളിക്കളയാത്ത സ്നേഹം. അപ്പോൾ ആ അപ്പനെ ചേർത്ത് പിടിക്കില്ലേ? അപ്പം അപ്പയും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഉപേക്ഷിച്ചാലും ആര് നമുക്കുണ്ട്? ഉപേക്ഷിക്കാതെ നമ്മളെ താങ്ങി നടക്കുന്ന സ്വർഗത്തിലെ ഭൂമിയിലെ നമ്മൾ അടുത്തുള്ള നമ്മുടെ വലിയ അപ്പനായ ഈശോയുണ്ട്. അപ്പോൾ ഈശോയെ ചേർത്ത് പിടിച്ച് നമുക്ക് ജീവിക്കാം. ഈശോ നമ്മളെ മറ്റൊരു ലോകത്തിലേക്ക് നമ്മൾ കാണാത്ത കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരും. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.